ജ്യോതിഷവിധിയിലെ മൂന്നാം ഘട്ടമായ ഔഷധിയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നമുക്ക് കർപ്പൂരത്തെ പരിചയപ്പെടാം. ലോറേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് കർപ്പൂരം. ഏകദേശം 8 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ മരത്തിൻ്റെ തൊലിയുടെ പുറം ഭാഗം കറുത്തിട്ടായിരിക്കും. കർപ്പൂരത്തിൻ്റെ ഇല ഞെരടിയാൽ കർപ്പൂരഗന്ധം ഉണ്ടാകുന്നതാണ്. ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും കർപ്പൂരം ഉപയോഗിച്ച് ഔഷധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. തിക്ത കടുമധുര രസവും ലഘു തീക്ഷ്ണ ഗുണവും ശീതവീര്യവും വിഭാഗത്തിൽ കടുവുമാണ് കർപ്പൂരം. കർപ്പൂരമരത്തിൻ്റെ തടി, വേര് എന്നിവയിൽ നിന്നെടുക്കുന്ന തൈലം ഇതിൻ്റെ കറയേക്കാൾ ഔഷധമൂല്യം കൂടുതലായി ഉള്ളതാണ്. ഇതിൻ്റെ തൈലത്തിൻ്റെ മുഖ്യ ഘടകം സാഫ്രോൾ ആണ്. ഇതിൻ്റെ വിത്തിൽ ഒരുതരം കൊഴുപ്പും സ്റ്റെനെപ്റ്റിനസ് എന്ന ബാഷ്പശീലമുള്ളതായ തൈലവും അടങ്ങിയിട്ടുണ്ട്. ഹൃദയ സങ്കോച വികാസക്ഷമതയും ശ്വാസകോശം, നാഡീസംബന്ധമായുള്ള രോഗങ്ങൾ, മാംസപേശികൾക്ക് ഉണ്ടാകുന്നതായ പിരിമുറുക്കം അഥവാ വലിഞ്ഞുമുറുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഫലപ്രദവും വാതകഫജ രോഗങ്ങൾ ശമിപ്പിക്കുന്നതുമാണ് കർപ്പൂരം. ഇത് ത്വക്കിന് ഉന്മേഷം നൽകുന്നു. ഇതിൻ്റെ കറയും തൈലവും ഔഷധയോഗ്യം ഉള്ളവയാണ്. കർപ്പൂരം ആവണക്കെണ്ണയിൽ ലയിപ്പിച്ച് പുരട്ടുന്നത് വാതവേദനയ്ക്ക് വളരെയധികം ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. അതിസാരം, കോളറ എന്നിവ മാറാൻ കർപ്പൂരം 5 ഗ്രെയിൻ, കറുപ്പ് 2 ഡൈഗ്രാം, കടജ്വത ചൂർണം 1/2 ഗ്രാം എന്നിവ ചേർത്ത് ഗുളിക രൂപത്തിലാക്കി 3 നേരം കഴിച്ചാൽ മതിയാകും എന്ന് പറയപ്പെടുന്നു. കർപ്പൂരാസവം 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ 2 നേരവും ദിവസവും കഴിക്കുന്നത് വളരെയധികം ഫലപ്രദം തന്നെയാണ്. കർപ്പൂര തൈലം ചുടുവെള്ളത്തിൽ ചേർത്ത് ആവി കൊള്ളുന്നതിനോടൊപ്പം തന്നെ ശ്വസിക്കുക കൂടി ചെയ്യുന്നത് ചുമ, പനി, കഫതടസ്സം എന്നിവയ്ക്ക് വളരെയധികം ഫലപ്രദമാണ്. 1 മുതൽ 3 ഗ്രാം വരെ കർപ്പൂരാദി ചൂർണം സേവിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണ്.